എനിക്ക് ചേട്ടൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ചേട്ടന് എത്ര വയസ്സായി? എനിക്ക് 65 വയസ്സായി. 65. അപ്പോൾ എനിക്കാണെങ്കിൽ 60 വയസ്സ്. എന്നെക്കാളും ഒരു 5 വയസ്സ് പ്രായമുള്ള ആളാണല്ലോ. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പ്രായം വെച്ചിട്ടൊരു അഭിപ്രായം അറിയാനാ. ഇപ്പോൾ ചേട്ടൻ്റെ കാലത്ത് ഈ മയക്കുമരുന്നൊക്കെ ചേട്ടന് കിട്ടിയിരുന്നോ? എനിക്ക് കിട്ടിയിരുന്നില്ല. അന്ന് ചേട്ടൻ ഈ എന്താ പറയാ കിക്കാവാനായിട്ട് എന്താണ് ഉപയോഗിച്ചിരുന്നത്? കിക്കാവാനായിട്ട് ഒരു ക്വാർട്ടർ മേടിക്കും. എന്നിട്ട് എന്ത് ക്വാർട്ടർ മേടിക്കും? ചാരായം. ഓക്കെ. ഞാൻ ക്വാർട്ടറിന്റെ വില 30 രൂപ തന്നെ. ഒന്നുകൂടി കിക്കാവണമെങ്കിൽ 1/2 ലിറ്റർ മേടിക്കും. അതിന് 70 രൂപ വരും. സാധനത്ത് 1/2 ലിറ്റർ ബ്രാൻഡിക്ക് ഇപ്പൊ 500 താഴെയായി. അതെ. കളർ ചെറ്റുന്നുണ്ട്. കളറുള്ള ബ്രാൻഡിക്ക് 1/2 ലിറ്ററിന് 500 അടുത്തായി. കളറുള്ള 70 രൂപ. അതെ. അപ്പൊ ചേട്ടനെ സംബന്ധിച്ചോളം ഇപ്പൊ പണ്ടൊരു 35 രൂപയ്ക്ക് ചാരായം കുടിക്കുന്ന അവസ്ഥ പറ്റാണ്ട് ഇപ്പൊ കളറുള്ളത് കുടിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ അതാണോ നല്ലത്? അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ചേട്ടൻ നിൽക്കുന്നത്. അപ്പോ ഇപ്പൊ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുന്നതെന്ന് ചാനലുകൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഏത് ആളുകളെ മുന്നിൽ വിഡ്ഢികളാക്കിയിട്ടേ രാഷ്ട്രീയക്കാര്, ചാനലുകാര്, മന്ത്രിമാര്, പോലീസുകാര് എന്താണ് മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുന്നതെന്ന് പറയുന്നത്. ചേട്ടൻ്റെ ഈ പ്രായം വെച്ചിട്ട് ചേട്ടന് എന്താ തോന്നണേ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുന്നുള്ള ശരിക്കുള്ള കാരണം? ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ മയക്കുമരുന്നിനേക്കാളും കൂടുതൽ പണം കൊടുക്കണം ഈ ബ്രാൻഡിക്ക്. അതിന് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ ഈ നിസ്സാര ഒരു ഗുളിക പോലത്തെ സാധനം കഴിച്ചാൽ കിക്കാവെന്ന് പറയുന്നത്. ആ ഗുളികയ്ക്ക് ആകെ 150 രൂപ വില വരുന്നുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ കേട്ടുള്ള അറിവുള്ളൂ. ചേട്ടൻ കഴിച്ചിട്ടില്ല? ഞാൻ കഴിച്ചിട്ടില്ല. പറഞ്ഞിട്ടുള്ള അറിവുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പേപ്പറിലുണ്ടല്ലോ ഈ ചെറിയ ഗോലി കലർന്ന പോലത്തെ സാധനങ്ങൾ. ഈ സാധനം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഫുള്ള് ഇപ്പൊ നമുക്കിപ്പോ ഒരു മിനിമം ആവറേജ് ഒരു 60 രൂപയുടെ മദ്യം, 60 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് വിലയുള്ള മദ്യമാണ് 600 രൂപയ്ക്ക് 700 രൂപയ്ക്ക് കിട്ടണത്. ആ ഒരു ഫുള്ള് മേടിച്ചു കഴിഞ്ഞാലേ ചേട്ടന് ഇപ്പൊ കാലത്തോട്ട് വൈകുന്നേരം വരെ അടിക്കുകയാണെങ്കിൽ ആ ഫുള്ള് അടിച്ചു കഴിഞ്ഞാൽ മതിയാവോ? ശരിക്കും പറഞ്ഞാൽ ദിവസം വേറെ ജോലിയും പണിയും കാര്യങ്ങളില്ലെങ്കിൽ അടിച്ചുകൊണ്ടിരുന്ന മതിയാവില്ല അല്ലേ? ഓക്കെ. അല്ല അപ്പൊ ഒരു മിനിമം ഏറ്റവും കുറഞ്ഞത് 600-700 പോകുന്നു അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരായുള്ള സമയത്ത് ചാരായത്തിന് വില കുറവായിരുന്നു. അപ്പൊ അന്ന് ആളുകൾക്ക് ഈ മയക്കുമരുന്ന് വഴി തേടി പോകേണ്ട കാര്യമില്ലേ? അത് അറപ്പോടും വെറുപ്പോടും കൂടിയിട്ടാണ് ചാരായം ആളുകൾ കഴിച്ചോണ്ടിരുന്നത്. എനിക്ക് ചാരായം കഴിക്കുന്ന കാര്യം ഓർമ്മ വരുമ്പോ ആ ഭാഗം നമ്മളൊരു ഗ്ലാസ് ഇങ്ങനെ എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ വെറുപ്പോടും കൂടിയാണ് ഈ ചാരായം കുടിച്ചിരുന്നത്. അന്ന് നമ്മുടെ യുവതലമുറയ്ക്കോ ചെറുപ്പക്കാർക്കോ ആർക്കും ഈ ചാരായം ഒരു ആകർഷണീയമായ വസ്തുവായിരുന്നില്ല. കാരണം ഒരു അറപ്പും വെറുപ്പായിരുന്നു. അത് നിരോധിച്ച് കളറ് വെള്ളം കൊടുത്തു തുടങ്ങി സർക്കാർ. മാത്രമല്ല 60 രൂപയുടെ സാധനം 600 രൂപയ്ക്ക് കൊടുക്കുക, 100 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് കൊടുക്കുക, 1000-2000 രൂപയ്ക്ക് മിനിമം ഒരു എന്താ പറയുക ഒരു 5-6 പെഗ് അടിക്കുന്ന ആൾക്ക് ഒരു മിനിമം ഒരു 1000 രൂപ ചെലവ് വരുന്ന അവസ്ഥ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു ദിവസം പണിക്ക് പോയ പണിക്കാശ് കിട്ടുന്ന കാശ് മുഴുവൻ മദ്യത്തിന് ചെലവാക്കേണ്ട അവസ്ഥ വരാണ്. ഈ അവസ്ഥ വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ കിക്ക് അവർ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് എന്നാൽ 2 പെഗ് അടിക്കാന്ന് പറയുമ്പോൾ അതിന് പൈസ കൂടുതൽ വരുമ്പോൾ കിക്ക് കിട്ടാനുള്ള ചാൻസ്, അതിന് വേണ്ടിയാണ് ഈ കഞ്ചാവ് കിട്ടാതെയാണ് മയക്കുമരുന്നുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചേട്ടൻ്റെ അടുത്ത് പറയാം. ശരിയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞാൽ മതി. ഈ പ്രായത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സർക്കാർ നല്ല മദ്യം വില കുറച്ച് തരികയാണെങ്കിൽ ചേട്ടനെ സംബന്ധിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല മദ്യം വില കുറച്ച് തരികയാണെങ്കിൽ ഞാൻ മേടിച്ചു. അപ്പൊ നല്ല മദ്യം സർക്കാർ വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ആളുകൾ ഈ മയക്കുമരുന്നിന്റെ പുറകെ കുറയുന്നുള്ളതാണ് ചേട്ടന്റെ അഭിപ്രായം. ശരിയാണോ? ഈ പുതിയ തലമുറ സത്യത്തിൽ പിള്ളേരൊക്കെ കൂടുതൽ എന്താ പറയാ ഈ കൂടുതൽ പൈസ ചെലവാക്കി മദ്യം മേടിക്കുന്നതിന് പകരം അവർക്ക് ചെറിയ ഡോസിൽ മയക്കുമരുന്ന് കഴിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നതിന്റെ കാരണം ഈ മദ്യത്തിന്റെ വിലക്കയറ്റമാണ് അല്ലേ? ശരിയാണോ? അപ്പോ നമ്മള് മദ്യം എന്താ പറയാ മയക്കുമരുന്നിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല മദ്യം വില കുറച്ച് കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഓക്കെ. ഇനി വില കുറച്ച് മദ്യം കൊടുത്താൽ വേറൊരു ഗുണമുണ്ടെന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഗോവയിൽ ആളുകൾ ഇഷ്ടം പോലെ ആളുകൾ ഗോവയിൽ പോകുന്നുണ്ട്, മാഹിയിലൊക്കെ പോകുന്നുണ്ട്.
അപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ രൂപയാണ് ഗോവയിലേക്ക് മാഹിയിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല മദ്യം വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ മദ്യത്തിന് സർക്കാർ വില കുറച്ച് കൊടുക്കുമ്പോൾ ഗോവയ്ക്കും മാഹിക്കും അതുപോലെ പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റുകളായിട്ട് പോകുന്നവർ പലരും കേരളത്തിലേക്ക് വരും. മദ്യം കഴിക്കാൻ മാത്രമല്ല, അവർ വരുമ്പോൾ അവർ വണ്ടിയിൽ പെട്രോൾ അടിക്കും, പെട്രോളിന് കാശ്, ഹോട്ടലുകളിൽ കാശ്, പല സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർക്ക് പൈസ, നാട്ടിൽ അവർ പൈസ ചിലവാക്കും. അങ്ങനെ വളരെയധികം ഗുണം നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. കണ്ടമാനം തൊഴിലവസരങ്ങളുണ്ടാവും, വികസന സാധ്യതകളുണ്ടാവുന്നു. പെട്രോൾ തന്നെ അടിച്ചിട്ട് ഇഷ്ടംപോലെ കാശ് കിട്ടുന്നു സർക്കാരിന്. നേരെ മറിച്ച് മദ്യത്തിന് വില കയറ്റുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോയും മദ്യം കഴിച്ച് മദ്യത്തിന് പൈസ കൂടുമ്പോൾ പരമാവധി കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകൾ എന്താ പറയുക ഈ മയക്കുമരുന്നുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ മദ്യം നിരോധനം ആവശ്യമാണ്. പക്ഷേ മദ്യം നിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് മയക്കുമരുന്ന് ലോബികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മദ്യം നിരോധിച്ചിട്ട് കാര്യമില്ല. കാരണം മയക്കുമരുന്നിന് മുഴുവനും ഇവിടെ എല്ലാവർക്കും ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് മദ്യം നിരോധിച്ചിട്ട് കാര്യമാണ്. അപ്പം ആദ്യം നല്ല മദ്യം വില കുറച്ച് നാട്ടിൽ കൊടുക്കുക. അപ്പോൾ പുതിയ ഇനിയൊരു തലമുറയെങ്കിലും തുടക്കത്തിൽ തന്നെ മയക്കുമരുന്നിനും അവർ അത്യാവശ്യം വല്ല ബീറൊക്കെ കഴിച്ച് ശാന്തമായിട്ട് ഇങ്ങനെ കുറേശ്ശൊക്കെ കുടിക്കാൻ കുറച്ച് പൈസയ്ക്ക് കിട്ടാവുന്നൊരു നല്ല മദ്യം കിട്ടാവുന്ന നല്ലൊരു സംസ്കാരം ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. ഇത് തോന്നിയ പോലെ വളരെ മോശമായിട്ടുള്ളൊരു മദ്യം വളരെയധികം വില കൂട്ടി മേടിക്കുമ്പോൾ ആളുകളുടെ ഉള്ളിൽ എന്ത് വരുന്നു, വളരെ ഒരു മനസ്സിന് സംഘർഷം വരുന്നുണ്ട്. അപ്പം ആ സംഘർഷം ഈ മയക്കുമരുന്ന് ഒരു കഷ്ണം എനിക്കതിനെപ്പറ്റി അറിയില്ല, അറിയാത്ത ആളാണ്. അപ്പോൾ കഞ്ചാവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം കഴിച്ചിട്ടില്ല, എങ്ങനെയാ ഇതൊന്നും അറിയില്ല, വിലേനെ പറ്റിയുള്ള നിലവാരം അറിയില്ല. അപ്പം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറയുന്നൊരു അഭിപ്രായമാണ്, ഈ നല്ല മദ്യം വില കുറച്ച് നാട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ഈ ശക്തമായ തള്ളുകയറ്റം കുറയുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി ചേട്ടൻ എന്തൊരു അഭിപ്രായത്തിനെ പറ്റി പറയാനുള്ളത്? നല്ല കാര്യം, ശരിയാണ്. ശരിക്കും നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ചെയ്യുകയാണെങ്കിൽ മയക്കുമരുന്ന് നല്ല കൂലി ആൾക്കാർ ഇത് ഒക്കെ വില കൂട്ടി. ഇപ്പോൾ ഒരു 1 ലിറ്റർ മദ്യം കിട്ടങ്ങനെ 500 അടിക്ക് പോയി കാലത്തേക്കൻ. അതുപോലെ മദ്യത്തിന് വില കൂടുമ്പോൾ മയക്കുമരുന്ന് വില അടിമ കൂടും. അതാണ് കാര്യം. പിന്നെ വേറെ പ്രശ്നമുണ്ട്, നാട് നീള ബാറുകൾ, നാട് നീള ബ്രാൻഡ് ഷാപ്പുകൾ. ആരെങ്കിലും ഒരു എന്താ പറയാ മദ്യം കഴിച്ച് ഇറങ്ങി വന്നവരെ പോലീസ് പിടിക്കുക, ഭയങ്കരമായിട്ട് ഫൈൻ അടക്കി, ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, മദ്യത്തിന് ഒരു 1000 രൂപ 2000 കൊടുത്ത് മദ്യം മേടിക്കുക, അവരപ്പം തന്നെ പോലീസ് പിടിച്ച് പിന്നെ ഫൈൻ അടയ്ക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ മയക്കുമരുന്നാണെങ്കിൽ ഇത് എനിക്കറിയില്ല അതിനെ പറ്റി, നാവിൻ്റെ ഉള്ളിലോ ഇതൊക്കെ വയ്ക്കുമ്പോൾ പോലീസ് ചെക്ക് ചെയ്താൽ പിടിക്കില്ല. അപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ മദ്യം കഴിച്ച് കഴിഞ്ഞാൽ മണം വരും, അല്ലെങ്കിൽ ഊതി പിടിക്കും, അല്ലെങ്കിൽ അവരെന്ന് ഫൈൻ ഇടും എന്നുള്ള അവസ്ഥ വരുമ്പോൾ മയക്കുമരുന്ന് കഴിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, പോലീസ് പിടിക്കില്ല. കാരണം പോലീസ് പിടിച്ചാൽ തന്നെ ചെക്ക് ചെയ്താൽ പെട്ടെന്ന് അറിയില്ല. ഇത്തരം വിഷയങ്ങൾ ഒരു എളുപ്പമുണ്ടെന്ന്. അപ്പോൾ ഇത് ചെറിയ തോതിൽ ഈ വിഷയത്തെ കാണാതെ വളരെ സീരിയസ് ആയിട്ട് തന്നെ സർക്കാർ ഈ വിഷയത്തെ കാണുന്നു. കാരണം ചെറുപ്പക്കാർ കൂടുതൽ ആകർഷിക്കുന്നതിന് മെയിൻ കാരണം ഒന്ന് മദ്യത്തിൻ്റെ വില കൂടുതലും, പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മദ്യം കഴിച്ച് പോലീസ് പിടിച്ച് ഫൈൻ ഇടുന്ന വിഷയം ഒഴിവാക്കാനുള്ള സാധ്യത, പിന്നെ ആളുകൾ അറിയാതിരിക്കുന്നുള്ള സാഹചര്യം എന്നൊക്കെയാണ് നമ്മുടെ അറിവില്ലാത്ത നമ്മുടെ ധാരണ. നമുക്ക് ഈ മയക്കുമരുന്നിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് കൂടുതൽ അറിവുള്ളവർ ഈ വിഷയത്തിലേക്ക് വരട്ടെ, ഒരു ചർച്ച ഇതായിട്ട് മാറട്ടെ. ഇനി ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ പറ്റി? അപ്പൊ ശരി, വളരെ നന്ദി ഇത്ര ചേട്ടനെ ഉള്ള അറിവ് പങ്കുവെച്ചതിന്. ഓക്കെ.